വെൽക്കം ബാക്ക് ടു സ്റ്റഡി ലിറ്ററേച്ചർ. ഇന്നീ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജേർണലിസത്തിലെ ഓർഗനൈസേഷണൽ സ്ട്രക്ചർ ഓഫ് ടി വി ന്യൂസ് ചാനൽ, ഇൻപുട്ട്, ഔട്ട്പുട്ട് ആൻഡ് പ്ലാനിംഗ് ഡിവിഷൻസ്, ഫങ്ഷണൽ റോൾസ്, റൺ ഡൗൺ ആൻഡ് ദ പാനൽ പ്രൊഡക്ഷൻ എന്നീ ടോപ്പിക്സാണ് ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ആദ്യം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ ഈ ഒരു ടോപ്പിക്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത് നമുക്ക് നോക്കാം. A typical TV news channel's organizational structure involves input and output departments with a newsroom at the core. The input department gathers news from various sources. Various sources news gather input department. While the output department broadcast news packages craft. Key roles include the news director, editors, producers, reporters, anchors and technical staff. Input structure nulladu news director oversees the news department. അതുപോലെ തന്നെ ന്യൂസ് സെലക്ഷൻ, എഡിറ്റോറിയൽ പോളിസി ഒക്കെ റെസ്പോൺസിബിൾ ആയിരിക്കും ഈ ഒരു ന്യൂസ് ഡയറക്ടറിന്. അസൈൻമെന്റ് ഡെസ്ക് എന്നുള്ളത് അസൈൻ സ്റ്റോറീസ് ടു റിപ്പോർട്ടേഴ്സ്, മാനേജേഴ്സ് ന്യൂസ് ഫ്ലോ ആൻഡ് അസിസ്റ്റ് വിത്ത് ഷെഡ്യൂളിംഗ്. റിപ്പോർട്ടേഴ്സിന് സ്റ്റോറീസ് അസൈൻ ചെയ്യുക, അതുപോലെ തന്നെ ന്യൂസ് ഫ്ലോ മാനേജ് ചെയ്യുക, അതുപോലെ തന്നെ അസിസ്റ്റ് വിത്ത് ഷെഡ്യൂളിനൊന്നിച്ച് അസിസ്റ്റ് ചെയ്യുക. ഇതൊക്കെയാണ് അസൈൻമെൻറ്റ് ഡെസ്ക് എന്നുള്ളത്. റിപ്പോർട്ടേഴ്സ് എന്നുള്ളത് ന്യൂസ് ഗ്യാദർ ചെയ്യുക, ഇൻ്റർവ്യൂസ് കണ്ടക്ട് ചെയ്യുക, സ്ക്രിപ്റ്റ് റൈറ്റ് ചെയ്യുക. ഇങ്ങനെയൊക്കെയുള്ള ഡ്യൂട്ടീസാണ് റിപ്പോർട്ടേഴ്സിന്. ഇനി ചീഫ് റിപ്പോർട്ടർ എന്നുള്ളത് റിപ്പോർട്ടേഴ്സ് മാനേജ് ചെയ്യുക, അതുപോലെ തന്നെ ഫീൽഡ് കവറേജ് അക്കോർഡിംഗ് ടു എ ഡോക്യുമെൻറ്റ് ഫ്രം ദ യൂണിവേഴ്സിറ്റി ഓഫ് പഞ്ചാബ്. സീനിയർ പ്രൊഡ്യൂസർ എന്നുള്ളത് oversees the production process including script writing, footage selection and graphics. ജേർണലിസത്തിൽ ഇൻപുട്ട്, ഔട്ട്പുട്ട്, പ്ലാനിംഗ് ഡിവിഷൻസ് ഒക്കെ റിപ്രസെൻ്റ് ചെയ്യുന്നുണ്ട്. ഡിസ്റ്റിങ്ക്റ്റ് സ്റ്റേജസ് ഇൻ ദ ന്യൂസ് പ്രൊഡക്ഷൻ പ്രോസസ്. ഇൻപുട്ട് ഡെസ്ക്, അസൈൻമെൻറ്റ് ഡെസ്ക് എല്ലാം റെസ്പോൺസിബിൾ ആണ് ഫോർ ഗാദറിംഗ് ന്യൂസ് ആൻഡ് ഇൻഫോർമേഷൻ. അതുപോലെ തന്നെ അസൈനിങ് സ്റ്റോറീസ് ടു റിപ്പോർട്ടേഴ്സ് ആൻഡ് മാനേജിങ് ഡെഡ് ലൈൻസ്. പ്ലാനിങ് ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. അസസിങ് സ്റ്റോറി ആംഗിൾസ് ഡിറ്റർമൈൻ ചെയ്യുന്നുണ്ട്. നീഡഡ് എലമെൻറ്റ്സ് ആൻഡ് അസൈനിങ് ദ ബെസ്റ്റ് റിപ്പോർട്ടർ. വൈൽ ദ ഔട്ട്പുട്ട് ഡെസ്ക് എന്നുള്ളത് ഓർ ന്യൂസ് എഡിറ്റർ എന്നുള്ളത് ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. ദ പ്രസൻറ്റേഷൻ ഓഫ് ന്യൂസ് എൻഷുർ ചെയ്യുന്നുണ്ട് ഇറ്റ്സ് റെഡി ഫോർ പബ്ലിക്കേഷൻ ഓർ ബ്രോഡ്കാസ്റ്റ്. ഇൻപുട്ട് എന്നുള്ളത് ഇൻഫോർമേഷൻ ഗാദറിംഗ്. ദിസ് ഡിവിഷൻ ഈസ് റെസ്പോൺസിബിൾ ഫോർ കളക്ടിങ് ന്യൂസ് ആൻഡ് ഇൻഫർമേഷൻ ഫ്രം വാരിയസ് സോഴ്സ്. ഇൻഫർമേഷൻ ഗാദറിംഗ് എന്നുള്ള ഈ ഒരു റെസ്പോൺസിബിലിറ്റി എന്താണ്? വാരിയസ് സോഴ്സിൽ നിന്നും ഇൻഫർമേഷനും ന്യൂസും കളക്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇൻക്ലൂഡിംഗ് റിപ്പോർട്ടേഴ്സ്, ടിപ്സ്, പ്രസ് റിലീസസ് ആൻഡ് വിറ്റ്നസ് അക്കൗണ്ട്സ്. സ്റ്റോറി അസൈൻമെൻറ്റ് എന്നുള്ളത് ദ ഇൻപുട്ട് ഡെസ്ക് ഡിസൈഡ് ചെയ്യുന്നുണ്ട് വിച്ച് സ്റ്റോറീസ് ടു പെർഷ്യൂ ആൻഡ് അസൈൻസ് ദം ടു റിപ്പോർട്ടേഴ്സ് ബേസ്ഡ് ഓൺ ദർ എക്സ്പെർട്ടൈസ് ആൻഡ് ദ സ്റ്റോറീസ് ഫോക്കസ്. ഡെഡ് ലൈൻ മാനേജ്മെൻറ്റ് എന്നുള്ളത് ദേ സെറ്റ് ഡെഡ് ലൈൻസ് ഫോർ റിപ്പോർട്ടേഴ്സിന് വേണ്ടിയിട്ട് ഡെഡ് ലൈൻസ് സെറ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് ട്രാക്ക് ദർ പ്രോഗ്രസ്. അതുപോലെ തന്നെ എൻഷുർ ചെയ്യുന്നുണ്ട് സ്റ്റോറീസ് ആർ ഡെലിവേർഡ് ഓൺ ടൈം. ആ ഒരു ടൈമിലുള്ള സ്റ്റോറീസ് ഡെലിവർ ചെയ്യുന്നുണ്ട് ഈ ഒരു ഡെഡ് ലൈൻ മാനേജ്മെൻറ്റ്. നെക്സ്റ്റ് ന്യൂസ് ഡെസ്ക് എന്നുള്ളത് ഈ ഒരു ടേം സംടൈംസ് യൂസ് ചെയ്യുന്നുണ്ട് ഇൻ്റർചേഞ്ചബിളി വിത്ത് ദ ഇൻപുട്ട് ഡെസ്ക് ആൻഡ് റെഫർ ടു ദ സെൻട്രൽ ഹബ് വേർ ന്യൂസ് ഈസ് കളക്റ്റഡ് ആൻഡ് പ്രിപ്പയർഡ്. പ്ലാനിംഗ് എന്നുള്ളത് സ്റ്റോറി അസസ്മെൻറ്റ്, സ്റ്റോറീൻ്റെ വിലയിരുത്തൽ എന്നുള്ളത് ദിസ് ഇൻവോൾവ്സ് ഇവാലുവേറ്റിംഗ് ദ ഡിഫറെൻറ്റ് ആംഗിൾസ് ഓഫ് എ സ്റ്റോറി ആൻഡ് ഡിറ്റർമൈൻ വാട്ട് എലമെൻറ്റ്സ് ആർ നീഡഡ് ടു പ്രസൻറ്റ് എ കംപ്ലീറ്റ് പിക്ചർ പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ എലമെൻറ്റ്സ് ആണെന്ന് ഡിറ്റർമൈൻ ചെയ്യുന്നുണ്ട്. എലമെൻറ്റ് സെലക്ഷൻ പ്ലാനിങ്ങിൽ ഇൻക്ലൂഡാണ്. നെസസറി എലമെൻറ്റ്സ് എവിടെ നിന്നാണ് വരുന്നത് എന്നത് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളത് പ്ലാനിങ്ങിൽ ഇൻക്ലൂഡാണ്. റിപ്പോർട്ടർ സെലക്ഷൻ എന്നുള്ളത് പ്ലാനിങ് സ്റ്റേജ് ഓൾസോ ഡിറ്റർമൈൻ ചെയ്യുന്നുണ്ട് വിച്ച് റിപ്പോർട്ടർ ആ ഒരു പെർട്ടിക്കുലർ സ്റ്റോറിയിലേക്ക് ബെസ്റ്റ് സ്യൂറ്റഡ്, ഏത് റിപ്പോർട്ടറാണ് ഈ ഒരു പെർട്ടിക്കുലർ സ്റ്റോറിയിലേക്ക് യോജിച്ചത് എന്ന കാര്യം ഡിറ്റർമൈൻ ചെയ്യുക എന്നുള്ളത് പ്ലാനിങ് സ്റ്റേജിൽ ഓൾസോ ഇൻക്ലൂഡഡ് ആണ്. ഗൈഡ് ലൈൻ ഡെവലപ്മെൻറ്റ് എന്നുള്ളത് റിപ്പോർട്ടേഴ്സ് എന്നുള്ളത് ഗിവൻ ഡീറ്റെയിൽഡ് ഗൈഡ് ലൈൻസ് ഓൺ ഹൗ ടു പ്രൊസീഡ് വിത്ത് ദ സ്റ്റോറി ആൻഡ് ആർ ഇൻഫോംഡ് ഓഫ് ദ ഡെഡ് ലൈനിനെ പറ്റിയിട്ടുള്ള ഇൻഫോർമേഷൻ, അതുപോലെ തന്നെ സ്റ്റോറി എങ്ങനെയാണ് പ്രൊസീഡ് ചെയ്യുക എന്നുള്ള ഗൈഡ് ലൈൻസൊക്കെ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ആര് നൽകുന്നുണ്ട്? റിപ്പോർട്ടേഴ്സ് നൽകുന്നുണ്ട്. ഇനി ഔട്ട്പുട്ട് എന്നുള്ളത് ന്യൂസ് എഡിറ്റർ പ്രസൻറ്റബിലിറ്റി ഔട്ട്പുട്ട് ഡെസ്ക് എൻഷുർ ചെയ്യുന്നുണ്ട് ദാറ്റ് ദ ന്യൂസ് ഈസ് പ്രസൻറ്റഡ് ഇൻ എ ക്ലിയർ, കോൺസൈസ് ആൻഡ് എൻഗേജിങ് മാനർ. ആ ഒരു ന്യൂസ് എന്താണ് ക്ലിയറും അതുപോലെ തന്നെ എൻഗേജിങ് മാനറിലാണ് എൻഷുർ ചെയ്യുന്നുള്ളത് ഔട്ട്പുട്ട് ഡെസ്ക് എൻഷുർ ചെയ്യുന്നുള്ളത്.
Packaging. This involves editing, rewriting and formatting news stories. ന്യൂസ് സ്റ്റോറീസ് ഫോർമാറ്റ് ചെയ്യുക, റീറൈറ്റ് ചെയ്യുക, എഡിറ്റ് ചെയ്യുക, ഇതൊക്കെ പാക്കേജസിൽ പെടും. എന്തിനു വേണ്ടിയിട്ടാണ്? ടു മേക്ക് ദം റെഡി ഫോർ പബ്ലിക്കേഷൻ ഓർ ബ്രോഡ്കാസ്റ്റ്. ആ ഒരു ന്യൂസ് സ്റ്റോറീസ് പബ്ലിക്കേഷൻ ചെയ്യാൻ ഇല്ലെങ്കിൽ ബ്രോഡ്കാസ്റ്റിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും? എഡിറ്റും റീറൈറ്റും ഫോർമാറ്റൊക്കെ ചെയ്യുന്നതാണ് പാക്കേജിംഗ് എന്നുള്ളത്. കണ്ടന്റ് സെലക്ഷൻ എന്നുള്ളത്. ഔട്ട്പുട്ട് എഡിറ്റർ മേക്സ് ഡിസിഷൻ അബൌട്ട് വിച്ച് ന്യൂസ് ഐറ്റംസ് ടു പ്രിയോറിറ്റൈസ് ആൻഡ് ഹൗ ടു അറേഞ്ച് ദം ഇൻ ദ ന്യൂസ് ബുള്ളറ്റിൻ ഓർ പബ്ലിക്കേഷൻ. എങ്ങനെയുള്ള ന്യൂസ് ഐറ്റംസ് ആണ് പബ്ലിക്കേഷൻ ചെയ്യേണ്ടത് എന്ന് ഔട്ട്പുട്ട് എഡിറ്റർ എന്ത് ചെയ്യും? ആ ഒരു തീരുമാനം എടുക്കുന്നത് ഔട്ട്പുട്ട് എഡിറ്ററാണ്. ന്യൂസ് എഡിറ്റർ എന്നുള്ളത് സം ഓർഗനൈസേഷനിൽ ദിസ് റോൾ ഈസ് നോൺ ആസ് ദ ന്യൂസ് എഡിറ്റർ ആൻഡ് ദേ ആർ റെസ്പോൺസിബിൾ ഫോർ ഓവർസീയിങ് ദ എൻറ്റയർ ന്യൂസ് പ്രൊഡക്ഷൻ പ്രോസസ്. അവർ എന്തിന് റെസ്പോൺസിബിൾ ആണ് ന്യൂസ് എഡിറ്റേഴ്സ്? ഈ ഒരു എൻറ്റയർ ന്യൂസ് പ്രൊഡക്ഷൻ പ്രോസസ്സ് ഓവർസീസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ റെസ്പോൺസിബിൾ ആണെന്നാണ് പറയുന്നുള്ളത്. ഇൻ എസെൻസ് ദ ഇൻപുട്ട് ഡെസ്ക് ഗ്യാദർ ചെയ്യുന്നുണ്ട്, ദ റോ മെറ്റീരിയൽ, ദ പ്ലാനിങ് സ്റ്റേജ് ഓർഗനൈസ് ചെയ്യുന്നുണ്ട് ആൻഡ് ഡയറക്റ്റ് ദ പ്രോസസ് ആൻഡ് ഔട്ട്പുട്ട് ഡെസ്ക് എന്നുള്ളത് ട്രാൻസ്ഫോം ചെയ്യുന്നുണ്ട് ദ മെറ്റീരിയൽ ഇൻ ടു എ ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് റെഡി ഫോർ ഡെലിവറി ടു ദ ഓഡിയൻസ്. ജേർണലിസത്തിൽ റൺ ഡൗൺ അതുപോലെ തന്നെ പാനൽ പ്രൊഡക്ഷൻ റിപ്രസെൻ്റ് ചെയ്യുന്നുണ്ട് ഡിസ്റ്റിങ്ക്റ്റ് ബട്ട് ഇൻ്റർ കണക്റ്റഡ് ഫങ്ഷണൽ റോൾസ്. ദ റൺ ഡൗൺ എന്നുള്ളത് ഈസ് എ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പ്ലാൻ ആണ് റൺ ഡൗൺ എന്നുള്ളത്, ഇല്ലെങ്കിൽ സ്ക്രിപ്റ്റ് ആണ് ഫോർ എ ന്യൂസ് കാസ്റ്റ്. ഔട്ട്ലൈനിങ് ദ ഓർഡർ ആൻഡ് കണ്ടന്റ് ഓഫ് സ്റ്റോറീസ്. പാനൽ പ്രൊഡക്ഷൻ എന്നുള്ളത് റെഫേഴ്സ് ടു ദ പ്രോസസ് ഓഫ് ക്രിയേറ്റിംഗ് ആൻഡ് ഡെലിവറിങ് എ പാനൽ ഡിസ്കഷൻ ഓർ സെഗ്മെൻറ്റ്. ഒരു ഡിസ്കഷൻ അല്ലെങ്കിൽ സെഗ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യുക ഇല്ലെങ്കിൽ ഡെലിവർ ചെയ്യുക എന്നുള്ള പ്രോസസ്സാണ് പാനൽ പ്രൊഡക്ഷൻ എന്നുള്ളത്. ഓഫ്റ്റൺ ഇൻവോൾവ് ചെയ്യുന്നുണ്ട് മൾട്ടിപ്പിൾ പാർട്ടിസിപ്പൻസ് ആൻഡ് എ മോഡറേറ്റർ. റൺ ഡൗൺ എന്നുള്ളത് ഇസ് ദ റോഡ് മാപ്പ് ഫോർ എ ന്യൂസ് കാസ്റ്റ്. എൻഷുർ ചെയ്യുന്നുണ്ട് എ ലോജിക്കൽ ഫ്ലോ ഓഫ് ഇൻഫർമേഷൻ ആൻഡ് എ സ്മൂത്ത് ബ്രോഡ്കാസ്റ്റ്. കണ്ടന്റ് എന്നുള്ളത് ഇറ്റ് ഇൻക്ലൂഡ്സ് ദ സീക്വൻസ് ഓഫ് ഹെഡ്ലൈൻസ്, സ്റ്റോറീസ്, സെഗ്മെൻറ്റ്സ് ആൻഡ് വിഷ്വൽ എലമെൻറ്റ്സ് ലൈക്ക് ഗ്രാഫിക്സ് ആൻഡ് ജിംഗിൾസ്. ഈ ഒരു റൺ ഡൗണിൻ്റെ പേർപ്പസ് എന്നുള്ളത് റൺ ഡൗൺ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് വിഷ്വലൈസ് ദ എൻറ്റയർ ന്യൂസ് കാസ്റ്റ്, ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട് ദ ഹൈറാർക്കി ഓഫ് ഇൻഫർമേഷൻ ആൻഡ് ദ ഓവറോൾ റിതം. ഇനി ഒരു എക്സാമ്പിൾ എടുത്ത് നോക്കുകയാണെങ്കിൽ റൺ ഡൗൺ മൈറ്റ് സ്റ്റാർട്ട് വിത്ത് ദ ടോപ്പ് ഹെഡ്ലൈൻ, ഫോളോ ചെയ്യുന്നുണ്ട് ബൈ എ ലോങ്ങർ സ്റ്റോറി ഓൺ ദ സെയിം ടോപ്പിക്, ദെൻ എ വെദർ റിപ്പോർട്ട് ആൻഡ് ഫൈനലി എ സെഗ്മെൻറ്റ് ഓൺ ലോക്കൽ ന്യൂസ്. ഇനി നെക്സ്റ്റ് പാനൽ പ്രൊഡക്ഷൻ എന്നുള്ളത്. പാനൽ പ്രൊഡക്ഷൻ്റെ ഫംഗ്ഷൻ എന്നുള്ളത് ഫോക്കസ് ചെയ്യുന്നുണ്ട് ഓൺ ക്രാഫ്റ്റിംഗ് എ ഡിസ്കഷൻ ഓർ സെഗ്മെൻറ്റ് ദാറ്റ് എൻഗേജസ് വിത്ത് എ സ്പെസിഫിക് ടോപ്പിക് ഓർ ഇഷ്യൂ. ഈ ഒരു ഫോക്കസ് ചെയ്യുന്നുള്ള ക്രാഫ്റ്റിംഗ് ഡിസ്കഷൻ അല്ലെങ്കിൽ സെഗ്മെൻറ്റ് എന്നുള്ളത് എൻഗേജ് ചെയ്യുന്നുണ്ട് വിത്ത് എ സ്പെസിഫിക് ടോപ്പിക് ഓർ ഇഷ്യൂ. ഇനി കണ്ടൻറ്റ് എന്നുള്ളത് ഇറ്റ് ടൈപ്പിക്കലി ഇൻവോൾവ് ചെയ്യുന്നുണ്ട് എ മോഡറേറ്റർ, പാനലിസ്റ്റ് ആൻഡ് ഓഫ്റ്റൻ എ സെറ്റ് ഓഫ് പ്രീ ഡിറ്റർമൈൻഡ് ഡിസ്കഷൻ പോയിൻറ്റ്സ് ഓർ ക്വസ്റ്റ്യൻസ്. ഇനി ഈ ഒരു പാനൽ പ്രൊഡക്ഷൻ്റെ പേർപ്പസ് എടുത്ത് നോക്കുകയാണെങ്കിൽ പാനൽ പ്രൊഡക്ഷൻ്റെ എയിം എന്നുള്ളത് ടു പ്രൊവൈഡ് ഡിവേഴ്സ് പെർസ്പെക്റ്റീവ്സ്, വ്യത്യസ്ത തരത്തിലുള്ള കാഴ്ചപ്പാടുകൾ നൽകുക എന്നുള്ളതാണ് പാനൽ പ്രൊഡക്ഷൻ്റെ ലക്ഷ്യം എന്നുള്ളത്. അതുപോലെ തന്നെ എക്സ്പേർട്ട് ഇൻസൈറ്റ്സ് ആൻഡ് പൊട്ടൻഷ്യലി ഫെസിലിറ്റേഡ് ഓഡിയൻസ് എൻഗേജ്മെൻ്റ് ഒക്കെയാണ് ഈ ഒരു പാനൽ പ്രൊഡക്ഷൻ്റെ എയിം എന്നുള്ളത്, ലക്ഷ്യം എന്നുള്ളത്. ഇനി ഒരു എക്സാമ്പിൾ എടുത്ത് നോക്കുകയാണെങ്കിൽ പാനൽ പ്രൊഡക്ഷൻ മൈറ്റ് ഇൻവോൾവ് എ മോഡറേറ്റർ ലീഡിങ് എ ഡിസ്കഷൻ വിത്ത് എക്സ്പേർട്സ് ഓൺ എ കറണ്ട് പൊളിറ്റിക്കൽ ഇവൻറ്റ് വിത്ത് ഈച്ച് പാനലിസ്റ്റ് ഓഫർ ചെയ്യുന്നുണ്ട് ദർ യൂണീക്ക് വ്യൂ പോയിൻറ്റ്. പാനൽ പ്രൊഡക്ഷനിൽ ഒരു മോഡറേറ്റർ ഇൻവോൾവ്ഡ് ആയിരിക്കും. ആ ഒരു മോഡറേറ്റർ ഡിസ്കഷൻ ലീഡ് ചെയ്യും വിത്ത് എക്സ്പേർട്സ് ഓൺ എ കറണ്ട് പൊളിറ്റിക്കൽ ഇവൻ്റ് ആയിട്ടുള്ള ഡിസ്കഷൻ ലീഡ് ചെയ്യും. വിത്ത് ഈച്ച് പാനലിസ്റ്റ് എന്ത് ചെയ്യും? യുണീക്ക് വ്യൂ പോയിൻ്റ് ആണ് ഓഫർ ചെയ്യുന്നുള്ളത്. ഇനി ഇൻ്റർ കണക്ഷൻ എടുത്ത് നോക്കുകയാണെങ്കിൽ റൺ ഡൗൺ എന്നുള്ളത് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് പാനൽ ഡിസ്കഷൻസ് ആസ് ഓഫ് ഇറ്റ് സെഗ്മെൻറ്റ്സ് അലോങ് സൈഡ് അതർ ന്യൂസ് സ്റ്റോറീസ് ആൻഡ് വിഷ്വൽ എലമെൻറ്റ്സ്. പാനൽ പ്രൊഡക്ഷൻ പ്രോസസ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് ടു ദ ഓവറോൾ കണ്ടന്റ് ഓഫ് ദ ന്യൂസ് കാസ്റ്റ്, പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എ സ്പേസ് ഫോർ ഡീപ്പർ അനാലിസിസ് ആൻഡ് ഡിസ്കഷൻ. ദ പ്രൊഡ്യൂസർ ഓഫ് എ പാനൽ സെഗ്മെൻറ്റ് വുഡ് ലൈക്ലി വർക്ക് ക്ലോസ്ലി വിത്ത് ദ റൺ ഡൗൺ creator to the ensure the panel fits seamlessly into the newscasters flow. അപ്പോൾ ഈ ഒരു ടോപ്പിക്കിൽ ഇത്രയൊക്കെ കാര്യങ്ങളാണ് പറയുന്നുള്ളത്. ഈ ഒരു ടോപ്പിക്സ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഈ ഒരു ടോപ്പിക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഷെയർ ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഹെൽപ്ഫുൾ എന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. മറ്റേതൊക്കെ ടോപ്പിക്സാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് കമൻറ്റ് ചെയ്താൽ ആ ഒരു ടോപ്പിക്കൊക്കെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും.